ഹായ്, അപ്പോൾ ഇന്ന് നമുക്ക് പ്രഷർ കുക്കറിൽ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തേങ്ങാച്ചോറ് വെക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ സാധാരണ നമ്മൾ തേങ്ങാച്ചോറ് വെക്കുന്നത് പോലെയല്ല, കുക്കറിലൊക്കെ വെക്കുമ്പോൾ കറക്റ്റായിട്ട് വെള്ളത്തിൻ്റെ മെഷർമെൻ്റ് ഒക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല ചോറ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒട്ടും കട്ടയൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തേങ്ങാച്ചോറ് എങ്ങനെയാണ് കുക്കറിൽ വെക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മൾ സാധാരണ ചോറൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന മട്ടരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 2 കപ്പ് മട്ടരി എടുത്തിട്ടുണ്ട്. ഡബിൾ പുഴുക്ക് മട്ടയാണ് കേട്ടോ ഇത്. അപ്പോൾ അത്യാവശ്യം വേവുള്ള ഒരു അരിയാണ്. അപ്പോൾ നമ്മൾ അരിയുടെ ഏതരിയാണോ എടുക്കുന്നത് അതിൻ്റെ വേവിനനുസരിച്ചിട്ടാണ് വെള്ളത്തിൻ്റെ അളവ്. സാധാരണ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കാൻ ഇരട്ടി വെള്ളമല്ലേ എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ അതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ വെള്ളം എടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇരട്ടിയാണെന്നുണ്ടെങ്കിൽ 4 കപ്പ്, പിന്നെ അതിൻ്റെ കൂടെ ഒരു 1.5 കപ്പും കൂടെ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ മൊത്തം ഇതിലേക്കൊരു 5.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണോ നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ടത് എന്നത് ഈ ഒരു അളവിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ 1 കപ്പ് അരിയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഇരട്ടിയോട് കൂടെ ഒരു 3/4 കപ്പും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ 2 കപ്പിലേക്ക് 5.5 കപ്പ് വെള്ളം ഇനി നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും നമുക്ക് അരിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ, ഇത് ഈ വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട്. അപ്പോൾ ഞാനിതിലേക്കൊരു 5.5 കപ്പ് വെള്ളം ഇവിടെ അളന്നിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 5 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു കുക്കർ നമുക്ക് റൈസൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുക്കർ തന്നെയാണ്. കാരണം ഒരുപാട് ഹൈറ്റ് ഇല്ലാതെ കുറച്ചൊരു വീതിയിൽ വട്ടം കൂടിയിട്ടുള്ള ഒരു കുക്കറാണിത്. അപ്പോൾ നമ്മൾ വട്ടം കുറഞ്ഞിട്ടുള്ള കുക്കറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോറൊന്നും ഒട്ടാതെ കിട്ടാനുള്ള ടിപ്പും കൂടെ ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാനിതാ 5.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇത് തിളക്കാനാവുമ്പോഴേക്കും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ അരിയിൽ പിടിക്കാനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. കുറച്ചൊരു എക്സ്ട്രാ ആയിട്ട് ഒരു മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളത്തിൽ ഉപ്പ് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. അതുപോലെ 1 കപ്പ് നിറയെ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഞാൻ 1/2 കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നീളത്തിൽ. ഇനി നമുക്കിതിലേക്ക് ഉലുവയാണ് വേണ്ടത്. ഉലുവ ഒരുപാട് കൂടി പോകരുത്. ഈ ഒരു അളവിലേക്ക് 1.5 ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഉലുവയും ഒന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വെള്ളത്തിൽ അരിയിലൊക്കെ പിടിക്കാനുള്ള ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ തേങ്ങ ചിരവിയതിന് പകരം നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തും നമുക്ക് തേങ്ങാച്ചോറ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു തേങ്ങാപ്പാലിൻ്റെ വെള്ളം കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ വെള്ളത്തിൻ്റെ അളവ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ തേങ്ങ ചിരകിയിട്ട് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ 10 മിനിറ്റും കൂടെ വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിടാം. അങ്ങനെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടിട്ട് പിന്നെ കംപ്ലീറ്റ് ആവിയും പോയതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ കുക്കർ തുറന്ന് നോക്കുന്നത്. അപ്പോൾ ആവി പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് തന്നെ വെള്ളമൊക്കെ പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ട പിടിച്ചിട്ടൊന്നുമില്ല ചോറ്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം, ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. തണുക്കുമ്പോൾ ഒന്നും കൂടെ നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനത് കുറച്ചൊരു വട്ടമുള്ള കുക്കറായതുകൊണ്ട് ഇതിൽ വെച്ച് തന്നെ അങ്ങ് മൂടി വെക്കുകയാണ്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് എടുക്കുന്നുള്ളൂ. ഇനി ഞാൻ പറഞ്ഞല്ലോ, വീതി കുറഞ്ഞിട്ടുള്ള ഉയരം കൂടിയിട്ടുള്ള വട്ടം കുറഞ്ഞിട്ടുള്ള ഉയരം കൂടിയിട്ടുള്ള കുക്കറാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിൽ നിന്ന് മാറ്റണം കേട്ടോ. അപ്പോൾ ആ ഒരു അടിവശത്തെ ചോറിങ്ങനെ ഒട്ടൽ വരും. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചോറും അതിൽ നിന്ന് മാറ്റണം. അങ്ങനത്തെ കുക്കറാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കുക്കർ വലിയ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള തേങ്ങാച്ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്